നമസ്കാരം. വരാനിരിക്കുന്ന GT സീരീസ് സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള പുതിയ വിശദാംശങ്ങൾ റിയൽമി അടുത്തിടെയാണ് സ്ഥിരീകരിച്ചിരുന്നത്. റിയൽമി GT6 അടുത്ത ആഴ്ചയാണ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ മാസം ചൈനയിൽ അരങ്ങേറിയ GT Neo 6ന്റെ റീബ്രാൻഡഡ് പതിപ്പായിരിക്കും ഈ ഫോൺ എന്ന് നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് GT Neo 6ന്റെ അതേ സവിശേഷതകളും രൂപകൽപ്പനയും പുതിയ ഫോണിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും മുമ്പത്തേതിന് അപ്ഡേറ്റ് ചെയ്ത ക്യാമറ സിസ്റ്റം ലഭിക്കുമെന്ന് പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ ഔദ്യോഗിക പേജിലൂടെ GT6ന്റെ വിശദാംശങ്ങൾ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു. സോണി LYT-808 പ്രൈമറി സെൻസറുള്ള ഒരു ബാക്ക് ക്യാമറ യൂണിറ്റുമായിട്ടായിരിക്കും റിയൽമി GT6 വരികയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിലുപയോഗിക്കുന്ന സോണി LYT-600നേക്കാൾ വലിയൊരു നവീകരണമാണ് ഉണ്ടാകുന്നത്. കൂടാതെ റിയൽമി GT6ൽ 50 MB ടെലിഫോട്ടോ യൂണിറ്റും 2x ഒപ്റ്റിക്കൽ സൂമും 47 mm ഫോക്കൽ ലെങ്തും ഉണ്ടായിരിക്കും. റോ ഫോർമാറ്റിൽ ഇമേജുകൾ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നതിന് AI ഉപയോഗിക്കുന്ന ഹൈപ്പർ ടോൺ ഇമേജ് എഞ്ചിനെയും ക്യാമറ സിസ്റ്റം പിന്തുണയ്ക്കുകയും ചെയ്യും. ടെക്സ്ചർ പോർട്രേറ്റ്, ഫാസ്റ്റ് ക്യാപ്ചർ, നൈറ്റ് മോഡ്, സ്റ്റാർ മോഡ്, സ്ട്രീറ്റ് മോഡ് എന്നിവ വിവിധ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മോഡുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ ലോഞ്ച് ജൂൺ 20 ഉച്ചയ്ക്ക് 1:30 നടക്കുമെന്നാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ലോഞ്ച് ചെയ്തതിനു ശേഷം റിയൽമി GT6 ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് വിൽപ്പനയ്ക്കെത്തുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ റിയൽമി GT6ന്റെ വില ഓഫറുകൾക്കൊപ്പം 40,000 രൂപയിൽ നിന്ന് ആരംഭിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 SoC നൽകും ഈ ഒരു ഫോണിനെന്നാണ് അറിയാൻ കഴിയുന്നത്. ബ്രാൻഡിൻ്റെ ആദ്യത്തെ AI ഫോൺ ആയിരിക്കുമെന്നും ഫ്ലിപ്കാർട്ട് പേജിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജുമായിട്ടാണ് GT6 വരുന്നത്. കൂടാതെ റിയൽമി GT6 സൂപ്പർ ഫാസ്റ്റ് 120 വാട്ട് വയർഡ് ചാർജിങ്ങിനൊപ്പം തന്നെ 5500 mAh ബാറ്ററി പാക്ക് ചെയ്യുമെന്നാണ് അറിയുന്നത്. അഡാപ്റ്റീവ് 0.5 Hz മുതൽ 120 Hz റിഫ്രഷ് റേറ്റുള്ള 6.78 ഇഞ്ച് 1.5K 80 LTPO OLED ഡിസ്പ്ലേ ആണ് റിയൽമി GT6ലുള്ളത്. സ്ക്രീനിൽ പ്രോ XDR ഡിസ്പ്ലേ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നുണ്ട്. കൂടാതെ 6000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഇതിൽ ഉണ്ടാകുമെന്നാണ് റിയൽമിയുടെ അവകാശവാദം. റിയൽമി GT6ൽ ഇഷ്ടാനുസൃത റിയൽമി UI 5.0 സ്കിൻ ഉപയോഗിച്ച് Android 14 പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. സെൻസറിനെ കുറിച്ച് യാതൊരു വിവരവും നൽകിയിട്ടില്ല എങ്കിലും ഫ്ലിപ്കാർട്ടിൻ്റെ ടീസർ പേജിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഒരു 3ാം തലമുറ സെൻസറും ഉണ്ടാകുമെന്നാണ്. മുൻവശത്ത് റിയൽമി GT6ന് 32 MB സെൽഫി ക്യാമറ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ഫോൺ പോക്കറ്റ് കീറാതെ വാങ്ങാൻ പറ്റുന്ന ഒരു മിഡ് ബജറ്റ് ഫോണായിട്ട് കണക്കാക്കാം. പ്രീമിയം ഫോണല്ല എങ്കിൽ പോലും ഒരു മിഡ് ബജറ്റ് ഫോൺ എന്ന രീതിയിൽ ഒരുപാട് ഫീച്ചറുകളുള്ള ഒരു മികച്ച ഫോണായിട്ട് തന്നെയാണ് ഇത് കണക്കാക്കേണ്ടത്. റിയൽമി എല്ലാ കാലത്തും സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് ഫോണുകൾ ഇറക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 30-നും 40-നും ഇടയിൽ വരുന്ന പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ഫോണായിട്ട് റിയൽമിയുടെ പുത്തൻ ഫോണിനെ കാണാൻ സാധിക്കുന്നതാണ്.